സമാധാന കരാറിന് വിരുദ്ധമായി ഗാസയിലെ നിയന്ത്രണം ഏറ്റെടുക്കുന്നത് തുടർന്ന് ഹമാസ് ഭീകരർ. കരാർ അംഗീകരിച്ചതിനു പിന്നാലെ നൂറുകണക്കിന് സുരക്ഷാ ഭീകരരെയാണ് ഹമാസ് ഗാസയിൽ വിന്യസിച്ചിരിക്കുന്നത്. ഇസ്രായേലുമായി സഹകരിക്കുന്നുവെന്ന് ആരോപിച്ച് നിരവധി പേരെ പൊതുജനമധ്യേ വധശിക്ഷയ്ക്ക് വിധേയരാക്കുകയും ചെയ്തു. ഗാസയിൽ നിന്ന് ഇസ്രായേൽ സൈന്യം പിന്മാറിയതിനു പിന്നാലെ തെരുവുകളിൽ നൂറുകണക്കിന് ഭീകരരെ വിന്യസിച്ചും ഇസ്രായേലുമായി സഹകരിക്കുന്നുവെന്നാരോപിച്ച് നിരവധി പേരെ വധിച്ചും ഗാസയിൽ നിയന്ത്രണം പുനഃസ്ഥാപിക്കുകയാണ് ഹമാസ് ഭീകരർ. ഗാസയിലെ പല പ്രദേശങ്ങളിലും ഹമാസ് ഭീകരരും എതിരാളി ഗ്രൂപ്പുകളും തമ്മിൽ അധികാരത്തിന്റെ പേരിൽ അക്രമാസക്തമായ ഏറ്റുമുട്ടലുകൾ പൊട്ടിപ്പുറപ്പെട്ടിട്ടുണ്ട്. ഇസ്രായേലുമായി ബന്ധമുണ്ടെന്നാരോപിച്ച് മുഖംമൂടി ധരിച്ച ഒരു കൂട്ടം ഭീകരർ 8 പേരെ കൊലപ്പെടുത്തുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ സമൂഹമാധ്യമത്തിൽ പ്രചരിക്കുന്നത്. ഗാസ സിറ്റിയിലെ ഒരു ജനക്കൂട്ടത്തിലേക്ക് 8 പുരുഷന്മാരെ ഹമാസ് ആയുധധാരികൾ വലിച്ചിഴച്ച് കൊണ്ടുപോയി മുട്ടുകുത്തി നിർത്തിയ ശേഷം വെടിവെച്ച് കൊല്ലുന്നതാണ് ദൃശ്യം. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെടാൻ നിരന്നു നിൽക്കുന്ന തടവുകാരെ ചില ഭീകരർ ബലം പ്രയോഗിച്ച് അടിക്കുന്നത് കാണാം. തടവുകാരെ വെടിവെച്ച ശേഷം ഹമാസ് ഭീകരർ ആഹ്ലാദ പ്രകടനം നടത്തുന്നതും ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. ഗാസ നഗരത്തിന്റെ മധ്യഭാഗത്ത് കൃത്യമായി നടത്തിയ ഓപ്പറേഷനിൽ നിരവധി വ്യക്തികളെയും നിയമവിരുദ്ധരെയും വധിക്കാൻ സാധിച്ചുവെന്നാണ് ഹമാസുമായി ബന്ധപ്പെട്ട സായുധ വിഭാഗമായ റാഡ പ്രസ്താവനയിൽ പറയുന്നത്. തടവുകാർ ഇസ്രായേലുമായി സഹകരിക്കുന്നവരോ സുരക്ഷാ ക്രിമിനൽ കുറ്റകൃത്യങ്ങളിൽ ഉൾപ്പെട്ടവരോ ആണെന്ന് പറഞ്ഞെങ്കിലും യാതൊരു തെളിവും ഭീകരസംഘം നൽകിയിട്ടില്ല. ഗാസ നഗരത്തിലെ നിയന്ത്രണം ഏറ്റെടുത്തിട്ടുണ്ടെന്നും നിരവധി ആളുകളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നും റാഡ പറയുന്നു. ഇസ്രായേൽ അധിനിവേശക്കാരുമായും അവരുടെ കൂലിപ്പടയാളികളുമായും സഹകരിച്ച് പ്രവർത്തിക്കുന്നവരെയും അവർക്ക് അഭയം നൽകുന്നവരെയും ലക്ഷ്യമിട്ട് കുറച്ചു ദിവസങ്ങളായി ഗാസ മുനമ്പിന്റെ എല്ലാ പ്രദേശങ്ങളിലും സമഗ്രമായ സുരക്ഷാ ഓപ്പറേഷൻ നടത്തിവരികയാണെന്നും റാഡ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കേന ന്യൂസ്.